കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെയും മുനിസിപ്പാലിറ്റി കട്ടപ്പനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ലീലാമ ബേബി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുന്ന എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. പ്രത്യേകിച്ചും ഏതൊരു നഗരത്തെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കട്ടപ്പന നഗരസഭയുടെ പ്രാന്തപ്രദേശങ്ങൾ വൃത്തിയും വെടിപ്പുമായി കിടക്കുന്നത് പോലെ മറ്റൊരു നഗരം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതിന്റെ പിന്നിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും അവരോട് തോളോട് തോൾ ചേർന്ന് വീടാന്തരം കയറി നമ്മുടെ പ്ലാസ്റ്റിക്കും മറ്റ് അസംസ്കൃത വസ്തുക്കളും ശേഖരിക്കുന്ന പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാംഗങ്ങള്, നഗരസഭയുടെ പ്രത്യേക നേതൃത്വത്തില്, പ്രത്യേക കോർഡിനേഷനില് ഇവിടെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകര് ഒക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മുടെ ഈ നഗരം നമുക്കറിയാം, ഈ മഴക്കാലത്തിനോട് മുന്നോടിയായിട്ട് പകർച്ചവ്യാധികള് അതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളപ്പോൾ അത് മുന്നേ കണ്ടുകൊണ്ടാണ് നമ്മളുടെ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ നേതൃത്വം നൽകുന്നത്. ഉറവിട മാലിന്യ സംസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും പ്രധാനമാണ് നമ്മുടെ കൊതുക് നശീകരണം. അതിന് ഇവിടെ സൂചിപ്പിച്ചു, നാളെ മുതൽ നമുക്ക് അതിന്റെ ഫോഗിങ് ആരംഭിക്കുകയാണ്. ഉറവിട മാലിന്യ സംസ്കരണം നമുക്കറിയാം, ഒരു പ്ലാസ്റ്റിക്കിന്റെ തുണ്ടോ ഒരു കുപ്പിയുടെ അടപ്പോ മാത്രം മതി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൊതുക് മുട്ടയിട്ട് പെരുകുന്നതിന്. അവയെല്ലാം വളരെ സൂക്ഷ്മതയോടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാടും നഗരവും വൃത്തിയാക്കുന്നതിൽ നമ്മളുടെ ഓരോ വ്യക്തികളുടെയും പങ്ക് അതിനകത്തുണ്ട്. ഓരോ വീടാന്തരം ആശാവർക്കർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണവും അതുപോലെ അവർക്ക് പ്രവൃത്തി പരിചയം കുറവുള്ള ആളുകൾക്ക് അത് പ്രത്യേകിച്ച് അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ നഗരവും ഈ നഗരത്തിലെ വിവിധ വാർഡുകളും മാലിന്യമുക്തമാകുകയാണ്. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ബേബി കുര്യൻ യോഗത്തിന് ആശംസ അറിയിച്ചു. ജനപ്രതിനിധികൾ, വ്യാപാരി പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ, കോളേജ് വിദ്യാർത്ഥികൾ മുതലായവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇതിനകത്തിരുന്ന പുട്ട് പോലെ പുള്ളിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ച? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന.